Welcome to XY's Malayali's channel. Don't forget to subscribe. വ്യാജ സർക്കാർ ആപ്പുകൾ തിരിച്ചറിയുന്നത് എങ്ങനെ? സർക്കാർ സർവീസുകൾ എന്ന പേരിൽ ഉണ്ടാക്കപ്പെടുന്ന വ്യാജ ആപ്പുകൾ ഇന്ന് വളരെയധികം വരുന്നുണ്ട്. ഇത്തരം ആപ്പുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും കാണാം. സർക്കാർ സേവനങ്ങൾക്കായി പ്ലേ സ്റ്റോറിൽ കാണുന്ന എല്ലാ ആപ്പുകളും ഒറിജിനൽ ആയിക്കൊള്ളണമെന്നില്ല. അത്തരം ചതികുഴിയിൽ പെടാതിരിക്കാൻ നിങ്ങൾ സർക്കാർ സേവനങ്ങൾക്കുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനു മുൻപ് ഈ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ ചതിയിൽ പെടാതിരിക്കാൻ ചിലപ്പോൾ ഉപകാരപ്പെടും. വ്യാജ സർക്കാർ ആപ്പുകൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം സാധാരണക്കാരെ ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സ്മാർട്ട്ഫോൺ കാലഘട്ടത്തിൽ സർക്കാർ പല സേവനങ്ങളും ആപ്പുകൾ വഴി നൽകുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ചില തട്ടിപ്പുകാർ അതിന് സ്വന്തം ലാഭത്തിന് ഉപയോഗിക്കുകയാണ്. അവർ സർക്കാർ സ്കീമുകൾ, സർട്ടിഫിക്കറ്റ് സർവീസുകൾ, റേഷൻ കാർഡ്, ആധാർ, മറ്റ് ഡിജിറ്റൽ സേവനങ്ങൾ എന്ന പേരിൽ ഫേക്ക് ആപ്പുകൾ നിർമ്മിക്കുന്നു. ഇവയിൽ നിന്ന് നിങ്ങൾ ടാക്സ്, അഡ്മിഷൻ ഫീസ്, സർവീസ് ചാർജ് എന്ന പേരിൽ പണം കൊടുക്കേണ്ടി വരും. പലപ്പോഴും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ വരെ ഇവ വഴി ചോരാം. വ്യാജ ആപ്പുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. ഡെവലപ്പർ നെയിം നോക്കുക. വിശ്വസനീയ സർക്കാരിന്റെ ആപ്പ് ആണെങ്കിൽ അതിന്റെ പിൻവശം NIC, ഡിജിറ്റൽ ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യേക മന്ത്രാലയത്തിന്റെ പേര് കാണാം. ആധികാരിക വെബ്സൈറ്റിൽ നിന്ന് ലിങ്ക് എടുക്കുക. സർക്കാർ വെബ്സൈറ്റുകളിൽ നിന്ന് നേരിട്ട് ആപ്പിന്റെ പ്ലേ സ്റ്റോർ ലിങ്ക് നൽകുന്നത് സുരക്ഷിതമാണ്. 2 ദിവസം പഴക്കമുള്ള റിവ്യൂസ്, കുറച്ച് ഡൗൺലോഡുകൾ തുടങ്ങിയവ തട്ടിപ്പിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. അനാവശ്യമായ ആക്സസ് ചോദിക്കുന്നുണ്ടോ? ഒരു സർട്ടിഫിക്കറ്റ് ആപ്പിന് നിങ്ങളുടെ ഫോൺ കോൾ, കോൺടാക്ട്സ്, ക്യാമറ എന്നീ അനാവശ്യ പെർമിഷൻ ചോദിക്കേണ്ടതില്ല. ഫോണ്ട്, ലോഗോ, സ്പെല്ലിംഗ് വ്യത്യാസങ്ങളുണ്ടോ? ശരിയായ ആപ്പിൽ ഇത്തരം തെറ്റുകൾ ഉണ്ടാകില്ല. നിങ്ങളുടെ ഡാറ്റയും പണവും അപകടത്തിലാണോ? ഈ വ്യാജ ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, OTP തുടങ്ങിയവ കൈപ്പറ്റാനാകും. ചിലപ്പോൾ നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് കരുതി ഫീസായി 500 രൂപ, 1000 രൂപ വരെ നൽകാം. അതോടുകൂടി ആപ്പിന്റെ പ്രവർത്തനം നിലക്കും. ഇത് ഒരു ചെറിയ കാര്യമായി തോന്നാം. രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകളെ ഇത്തരത്തിലുള്ള ആപ്പുകളെ കൊണ്ട് എളുപ്പത്തിൽ ചതിക്കാൻ പറ്റുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എങ്ങനെ സുരക്ഷിതനാകാം? പ്ലേ സ്റ്റോറിലെ റിവ്യൂസ് മാത്രം വിശ്വസിക്കരുത്. സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ പരിശോധിക്കുക. എല്ലാ സർക്കാർ സേവനങ്ങൾക്കും ഉമാങ്, ഡിജി ലോക്കർ പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുക. ശരിയായ ആപ്പാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പണമിടപാട് ചെയ്യുക. സർക്കാർ സേവനങ്ങൾക്കായി നിങ്ങൾ ഓരോ ഉപയോഗത്തിനും മുൻകരുതലുകൾ എടുക്കാതിരുന്നാൽ പണം നഷ്ടം, മാനഹാനി മുതലായവ അനുഭവിക്കേണ്ടി വരും. Thank you for watching. Hello, hey.